വന്നുപോയതും വരാൻ പോകുന്നതുമായ സമരങ്ങളുടെ ഇരമ്പൽ നിയന്ത്രിക്കാൻ ധാരണാ ചർച്ചയ്ക്ക് ഉമ്മൻചാണ്ടി വീണ്ടും തിരുവഞ്ചൂരിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ധാരണാ പിശകുള്ളവർക്ക് ധാരണയുണ്ടാക്കാനും ധാരണയില്ലായ്മയ്ക്ക് ഒരു തീരുമാനമുണ്ടാക്കാനും തിരുവഞ്ചൂർ തന്നെയാണ് യോഗ്യൻ. ഇനി ഉമ്മൻചാണ്ടിയുടെ ബോട്ട് മുങ്ങാതിരിക്കാനുള്ള ആ ശ്രമമാണ് ഒരു ചർച്ചയോടെ തീരുമാനമാകുമായിരിക്കും. അല്ല, അത് ഞാനിപ്പോൾ എന്നെ ചുമതലപ്പെടുത്തിയ ഞാൻ തന്നെ അതിന് അഭിപ്രായം ഇപ്പം പറയാമോ? അത് പറയുന്നത് ശരിയല്ലല്ലോ. ഇല്ല, അതിന് ഞാനിപ്പോൾ പറയരുതല്ലോ. ഇപ്പോൾ അവരുമായിട്ട് നമ്മൾ സംസാരിക്കും. അവരുടെ അഭിപ്രായം എന്താണെന്ന് നമ്മൾക്ക് അവർ സംസാരത്തിന് തയ്യാറാണെങ്കിൽ ഒരു പ്രൊവൈസോ അപ്പോഴും ഉണ്ട്. കാരണം ഈ സമരം തീർക്കുന്നതിന് വേണ്ടി സംസാരിക്കാൻ UDF തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. ഗവൺമെൻറ്റിൻ്റെതായിട്ട് മുഖ്യമന്ത്രി തന്നെ ആ വിവരം അറിയിച്ചിരുന്നു. പാർട്ടി ലീഡേഴ്സ് എല്ലാം ഇത് സംസാരിച്ച് തീർക്കുന്നതിന് വേണ്ടി തയ്യാറായിരുന്നു. പക്ഷേ അപ്പോൾ ഓപ്പോസിഷൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് സംസാരത്തിനില്ല എന്നൊരു നിലപാടാണ് എടുത്തത്. ആ പഞ്ചാബികളുടെ വോട്ട് പിടിച്ചെടുക്കുന്ന കരുതി എവിടെ കൊണ്ട് നേട്ടാൻ പറഞ്ഞത്? വോട്ടടിപ്പിച്ച പഞ്ചാബി ഉണ്ടോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ട് വോട്ടടിപ്പിക്കാൻ മുതലാളി സമ്മതിച്ചിട്ടില്ല. പുറംകടലിൽ ഞാൻ കണ്ണീര് കുടിക്കുന്നു. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ. എന്താ ഷോട കുടിക്കാൻ വേണ്ടി പുറംകടലിൽ ഞാനൊരു പെട്ടിക്കട തുടങ്ങണം. ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ പായലും പച്ച ചെമ്മീനെ ഞാൻ കഴിച്ചത്. ഇപ്പൊ കൊളവാഴം വന്നിട്ടുണ്ട്. മുതലാളി ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ കടം മേടിച്ച കൊടുക്കൂല. രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. 24 മണിക്കൂറിനുള്ളിൽ ഇവൻ എന്റെ കഴുത്തിൽ നിന്ന് കളഞ്ഞില്ലെങ്കിൽ നിന്നെയും ബോട്ടിൽ കയറ്റൂല. മുതലാളിക്കും കയറാൻ പറ്റൂല. 20 മണിക്കൂറിനുള്ളിൽ പഞ്ചാബികൾ ബോട്ടും കൊണ്ട് പോകുന്നു പറഞ്ഞേക്കാണ്. അപ്പോ കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്ന ഒരു സമര ശൃംഖലയുടെ നാന്ദി കുറിക്കലാണ് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം അവസാനിപ്പിക്കുക എന്നത്. അപ്പോൾ അതോടുകൂടി തന്നെ മറ്റൊരു സമരത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇതിൻ്റെ തുടർച്ചയായി ഇരമ്പാൻ പോകുന്ന ഒരു സമരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഞങ്ങളുടെ എതിരാളികൾക്കോ ഞങ്ങളെ അനുകൂലിക്കുന്നവർക്കോ സംശയം ഉണ്ടാകേണ്ടതായിട്ടില്ല. അങ്ങനെ മലയാളത്തിൽ പറ. ഈ കാര്യത്തിൽ ഒരു ധാരണയില്ല. ധാരണയുണ്ടെന്ന് പറയുന്നവർ ധാരണ പിശകുകൊണ്ട് തന്നെ പറയുന്നു. അവർക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാത്തത് കൊണ്ടാണ്. ഇതുപോലെയൊരു സമരം ധാരണ വെച്ച് ആർക്കെങ്കിലും ഒത്തുതീർക്കാൻ പറ്റും. നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു തീരുമാനമായില്ലേ? ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം ചേർന്ന് നടത്തിയ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമായിട്ടാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ രക്ഷിക്കുന്ന ഈ ദാരുണമായിട്ടുള്ള കേരള സമൂഹത്തിൽ ഇത്രയധികം ദ്രോഹം ഒരു മുന്നണി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഒരു പൊതു മൂവ്മെന്റിനെയാണ് LDF തകർത്ത് കളഞ്ഞത്. ഈ കാര്യത്തിൽ ഒരു ധാരണയില്ല. ധാരണയുണ്ടെന്ന് പറയുന്നവർ ധാരണ പിശകുകൊണ്ട് തന്നെ പറയുന്നു. അവർക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാത്തത് കൊണ്ടാണ്. ഇതുപോലെയൊരു സമരം ധാരണ വെച്ച് ആർക്കെങ്കിലും ഒത്തുതീർക്കാൻ പറ്റും. ഇരമ്പി വരുന്ന സമരത്തിനും ഈ ടൈപ്പ് തീരുമാനമാണ് തിരുവഞ്ചൂർ ഉണ്ടാക്കാൻ പോകുന്നത്. അത്തരം ചർച്ചയൊന്നും വേണ്ടെന്ന് പിണറായി പറഞ്ഞ സ്ഥിതിക്ക് തിരുവഞ്ചൂർ തനിച്ചൊരു തീരുമാനവുമായിട്ടാകും ചാണ്ടിയെ കാണുക. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് കാതോട് കാതോരം. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്?